ഗംഗാ സപ്തമി ദിനത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയിൽ കാലഭൈരവന്റെ അനുഗ്രഹം തേടിയ ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഗണേശ്വർ ശാസ്ത്രി പ്രധാനമന്ത്രിയുടെ പത്രികയെ പിന്താങ്ങി. രാവിലെ ദശാശ്വമേധ ഘാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗാ പൂജ നടത്തി. പിന്നീട് കാലഭൈരവന്റെ അനുഗ്രഹം തേടി. 12 മണിയോടെ കളക്ടറേറ്റിലെത്തിയ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഗണേശ്വർ ശാസ്ത്രി, വാരണാസിയിലെ RSS പ്രവർത്തകനായ ബൈജ്നാഥ് പട്ടേൽ, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സഞ്ജയ് സോൻഗർ, ലാൽചന്ദ് കുശ്വഹ എന്നിവർ പ്രധാനമന്ത്രിയുടെ പത്രികയെ പിന്താങ്ങി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം NDAയുടെ 25ഓളം നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. 2019-ൽ 4,79,505 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി ഇവിടെ നിന്നും വിജയിച്ചു കയറിയത്. ഇത്തവണ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 9 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കടക്കുമെന്ന് വാരണാസി നിവാസികൾ ഒരുപോലെ പറയുന്നു. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാകും പ്രധാനമന്ത്രി ഇവിടെ നിന്നും ഇക്കുറി വിജയിച്ചു കയറുക. കാശിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.